അബ്രിത് ഷെൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഫിലിമാണ് സ്പാ. അപ്പോൾ ഈ പടം ഫെബ്രുവരി സമയത്ത് തിയേറ്ററിൽ റിലീസായതാണ്. പക്ഷെ അന്ന് തിയേറ്ററിൽ പോയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ റീസെൻറ്റ് OTT റിലീസ് ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് OTT റിലീസ് ഉണ്ടായി. മനോരമ മാക്സിലാണ് ഈ പടം സ്ട്രീം ചെയ്യുന്നത്. ഒരു അഡൽ കോമഡി ജോണറിൽ വന്ന മൂവിയാണ്. എനിക്ക് ആ ജോണർ പ്രത്യേകിച്ച് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ളൂ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ സ്പാ. ഏകദേശം 2 മണിക്കൂറോളമാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഇത് ഒരു ആക്ഷൻ ഹീറോ ബിജു ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റപ്പ് ആണെങ്കിൽ ഈ പടം കംപ്ലീറ്റ്ലി ഒരു സ്പായിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു സ്പായിൽ ഒരു ഡേ ഏതൊക്കെ കസ്റ്റമേഴ്സ് വരുന്നു, എന്തൊക്കെ അവർ സംസാരിക്കുന്നു, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് ഈ പടത്തിൽ. അല്ലാണ്ടൊരു പ്രോപ്പർ സ്റ്റോറി ലൈനോ അല്ലാതെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സ്പെക്ട് ചെയ്തിട്ട് ആരും ഈ പടത്തിന് നിൽക്കരുത് എന്നതിന് വേണം ആദ്യം പറയാൻ. കാരണം സിംപ്ലി ഒരു സ്പായിലൊരു ഡേ അവിടെ വരുന്ന ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്, അപ്പോൾ അവരുടെ ഒരു മെൻ്റലി എങ്ങനെയാണ്, അപ്പോൾ അവർ ആക്ച്വലി ആസ് എ പേഴ്സൺ എങ്ങനെയാണ്, അപ്പോൾ അവർ എന്തൊക്കെയാണ്, പല ടൈപ്പ് ഓഫ് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഓരോ സംഭവമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അതാണ് ഈ പടത്തിൽ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഈ പടത്തിലെ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ കുറച്ച് കോമഡീസൊക്കെ വർക്കായിട്ടുണ്ട്. അത്യാവശ്യം ഒരു സദാചാരബോധം കാണിക്കുന്ന ടൈപ്പ് ഓഫ് കോമഡീസ് കുറച്ചുണ്ട്. അതൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചുമ്മാ അങ്ങനെ കണ്ടിരിക്കാം. അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമായി ടെൻഷൻ അടിക്കാൻ മാത്രം കഥയോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ എൻ്റെ ക്ലൈമാക്സ്, അയ്യോ, ഈ പടത്തിലുടനീളം ഒരുപാട് ഹാപ്പി എൻഡിങ്സ് ഉണ്ടെങ്കിലും ക്ലൈമാക്സിലൊരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ പ്രേക്ഷകനെ ഹാപ്പി ആക്കാൻ മാത്രം ഒന്നും തന്നെ പടത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മേജർ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു പ്രോപ്പർ ക്ലോഷർ തരാൻ പറ്റാതെ എൻ്റെ ആയ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് മാറ്റി നിർത്തിയാൽ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ് സ്പാ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അഗൈൻ എല്ലാവരുടെയും ടേസ്റ്റ് പോലെ ഇരിക്കും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൂവി ടേസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ഈ ഒരു ജോണർ, ഇപ്പോൾ അഡൽ കോമഡി ജോണർ പക്ക അഡൽ പടമാണ്, റേറ്റഡ് ആണ് പടം. സോ അഡൽ കോമഡി ജോണർ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കുക, അല്ലാത്തവർ ഇഗ്നോർ ചെയ്യുക. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ഫീലാണ് കിട്ടിയത് ഈ പടം കണ്ടിട്ട്. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല, അത് താഴെ എന്ന് പറയാനൊന്നും ഇല്ല, ചുമ്മാ കണ്ടിരിക്കാവുന്നൊരു പടം.